ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മല്ലു ഫാമിലി വിഷു കൈനീട്ടത്തിലൂടെ കുറേ ആൾക്കാരെ പറ്റിച്ചത് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പോൾ സുജിൻ വന്നിട്ട് അവരുടെ ഭാഗത്തുള്ള ഒരു എക്സ്പ്ലനേഷനുമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഫസ്റ്റ് പോയിന്റ് അദ്ദേഹം പറയുന്നത്, ഞാൻ ആരെടുത്തും പൈസ ഡബിളായിട്ട് വിഷുക്കന്നിട്ട് തരാമെന്ന് ഞാൻ ആരെടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ ഇട്ടതൊരു സ്റ്റോറിയാണ്. വിഷുക്കൈനീട്ടം പോന്നോട്ടെ എന്നുള്ളൊരു സ്റ്റോറി മാത്രമാണ് ഞാൻ ഇട്ടത്. പക്ഷേ നിങ്ങൾ എന്തിനാണ് തെറ്റിദ്ധരിച്ച് എനിക്ക് ഇത്രയും വിഷുക്കൈനീട്ടം തന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയാ സുജിനെ, നീ ആരെടുത്തും ചോദിച്ചിട്ടില്ല, അല്ല ആരെടുത്തും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഡബിളായി തരുമെന്ന്. അത് നിൻ്റെ വാഗൊണ്ട് നീ പറഞ്ഞിട്ടില്ല. പക്ഷെ നീ എന്താ ചെയ്തത്? നിൻ്റെ സ്റ്റോറിയിൽ നിനക്ക് ആരൊക്കെയാണോ കുറച്ച് പേര് നിനക്ക് വിഷുക്കൈനീട്ടം അയച്ചു തന്നത് അവർക്ക് ഡബിളാക്കി തിരിച്ചയച്ചു കൊടുത്തത് നീ സ്ക്രീൻഷോട്ട് ഇട്ടു. അപ്പം ഇത് കാണുന്ന ആൾക്കാർ എന്താണെന്ന് വിചാരിക്കുക, ഓക്കെ എന്തായാലും നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡബിളാക്കി കിട്ടുന്നു. കോമൺ സെൻസിൽ ആൾക്കാർ വിചാരിക്കില്ലേ? കുറച്ച് പേരെങ്കിലും വിചാരിക്കില്ലേ? ആ കുറച്ച് പറ്റിക്കാൻ പറ്റുന്ന ആൾക്കാരെ ആണല്ലോ, എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ ആ പറ്റിക്കാൻ പറ്റുന്ന കുറച്ച് വിഭാഗം ഉണ്ടെന്ന് നിനക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണല്ലോ നീ അങ്ങനെ ഇട്ടത്. മേ ബി നീ നിൻ്റെ ഫ്രണ്ട്സിനെയും നിനക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർക്കായിരിക്കും നീ ഡബിളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക. അതിലൂടെ കുറേ ആളുകളെ പറ്റിക്കാമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത്രയും ക്രിയേറ്റീവായിട്ടൊക്കെ തമ്മിലൊക്കെ ഉണ്ടാക്കുന്ന താങ്കൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കുറച്ച് വിശ്വസിക്കാൻ പാടായിട്ടുണ്ട് സുജിനെ. സോ നീ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് ഈ ഡബിളാക്കിയിട്ട് സ്റ്റോറി ഇട്ടതും. അതിലുള്ള കുറേ പേരെടുത്തതും നിനക്ക് വിഷുക്കൈനീട്ടം കിട്ടിയിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ലാസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം മാത്രമല്ല കേട്ടോ, എല്ലാ വർഷവും ഇദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ 1 രൂപ തന്നവന് ഞാൻ 2 രൂപ കൊടുത്തു. ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു ആരെയും സഹായിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, നീ സഹായിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, നീ വിഷുക്കൈനീട്ടം ഡബിളാക്കി കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കണമായിരുന്നു. നീ കുറച്ച് പേർക്ക് നിന്റെ ഫേവറേറ്റായ ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിനക്ക് നിന്റെ ഫേവറേറ്റായ ആൾക്കാർക്ക് മാത്രം കൊടുക്കാമായിരുന്നു. പക്ഷെ നീ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. നിന്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി എത്ര ആൾക്കാർ കാണും അല്ലേ? ആ കാണുന്ന എല്ലാവരും എന്താണ് വിചാരിക്കുക, ഓക്കെ ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കുറേ പാവങ്ങൾ നിനക്ക് വിഷുക്കൈനീട്ടം അയച്ചു തന്നതല്ല. അത് ആ പാവങ്ങളുടെ കയ്യിൽ നിനക്ക് വിഷുക്കൈനീട്ടം അയച്ചു തരാനായിട്ടുള്ള എമൗണ്ട് ഉണ്ടായിട്ടല്ല. അത് നീ മനസ്സിലാക്കണമായിരുന്നു. അപ്പം നിനക്ക് വിഷുക്കൈനീട്ടം കൊടുക്കണമെന്നുണ്ട്, നിന്റെ ഫേവറേറ്റായ ആൾക്കാർക്ക് മാത്രമേ ഡബിളാക്കി കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ നീ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം നീ ചെയ്ത തെറ്റ് നല്ലത് ചെയ്തു എന്നുള്ളതല്ല. നീ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ, നീ നിൻ്റെ ഫ്രണ്ട്സിന് മാത്രം എന്ത് കൊടുത്തു? ഡബിളാക്കി കൊടുത്തു. അല്ലെങ്കിൽ നിൻ്റെ ഫേവറേറ്റായ ആൾക്കാർക്ക് മാത്രം അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു ബേസിസിൽ കുറച്ച് പേർക്ക് മാത്രം നീ എന്ത് കൊടുത്തു? ഡബിളാക്കി കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ ഡബിളാക്കി ഓക്കെ, നീ അങ്ങനെ ചെയ്താലും അത് സ്ക്രീൻഷോട്ട് ഇടാൻ പാടില്ലായിരുന്നു. ആ സ്ക്രീൻഷോട്ട് കാണുമ്പോഴത്തേനും കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത് സക്സസ് ആവുകയും ചെയ്തു. അപ്പം നിനക്ക് എല്ലാവരും കുറേ ആൾക്കാർ അയച്ചു തരാൻ തുടങ്ങിയപ്പോഴത്തേനും നീ വേറൊരു മെസ്സേജ് ഇട്ടു, വിഷുക്കൈനീട്ടം തന്നില്ല സുജിനായിട്ടാന്ന് പറഞ്ഞ ആരും വരണ്ട, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ചോദിക്കേണ്ട, പിന്നെ എന്താണ് അടുത്ത വിഷുവിനും കാണാമെന്നും പറഞ്ഞ് നീ നല്ലോണം പൊടിയും തപ്പിപ്പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നീ ഭയങ്കര വലിയ നന്മയാണ് ചെയ്തതെന്ന്. യെസ്, നീ ഒരു നന്മ മനമാണ്. അപ്പോൾ ഇവൻ അടുത്തതായി പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആർത്തിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കല്ല ഇവിടെ ആർത്തി ഉള്ളത്. ഇത് പൈസ വിഷുക്കൈനീട്ടം എനിക്ക് അയച്ചു തന്ന ആൾക്കാർക്കാണ് ആർത്തി. അവരെന്തിനാണ് എനിക്ക് 500 1000 എനിക്ക് വിഷുക്കൈനീട്ടായി തന്നത്? അവർക്ക് ആർത്തി ഇല്ലായിരുന്നെങ്കിൽ 1 2 രൂപ തന്നാൽ പോരായിരുന്നോ? എന്തിനാണ് അവർ ഇത്രയും വലിയൊരു എമൗണ്ട് എനിക്ക് അയച്ചത് എന്നാണ് സുജിൻ ചോദിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? പൈസ കൊടുത്ത ആൾക്കാർക്കാണ് ആർത്തി എന്നാണ് ഇപ്പം സുജിൻ പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ പൈസ കൊടുത്തവർക്കാണ് ആർത്തി എന്ന്? എല്ലാവർക്കും മനസ്സിലായില്ലേ? സുജിനൊട്ടും ആർത്തിയില്ല കേട്ടോ. സുജിനൊട്ടും ആർത്തിയില്ല എന്ന് മനസ്സിലായവർക്ക് എനിക്ക് കമൻറ്റ് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സുജിനൊട്ടും ആർത്തിയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.